ഇന്ന് നമ്മള് ക്ലാസ്സിലുള്ള കുട്ടികളോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ് റോഡിലെ പാലിക്കുന്ന നിയമങ്ങളെ കുറിച്ച്. ഒന്ന്, എന്തിനാണ് റോഡിന്റെ വലതുവശം കൂടി ചേർന്ന് നടക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം, അപരിചിതർ വന്നിട്ട് ആരെങ്കിലും നിങ്ങളോട് വാഹനം നിർത്തി പോരുന്നോ വണ്ടിയിൽ കയറണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് മറുപടി പറയാന്നുള്ളതാണ് നമുക്ക് ചോദിച്ചത്. ക്ലാസ്സിലുള്ള എല്ലാവരോടും നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് റയാനോട് ചോദിക്കാം. റയാനെ, എന്തിനാ റോഡിന്റെ വലതുവശം ചേർന്ന വണ്ടികൾ കാണാൻ? അപ്പൊ ഈ വേറെ ചോദ്യം ചോദിക്കട്ടെ, ഈ സ്കൂളിൽ പോണ സമയത്ത് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഒരു വണ്ടിയിൽ ആരെങ്കിലും വന്നിട്ട് പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് പോരണോ കയറണോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കുന്നത് അറിയാത്ത ആരെങ്കിലും വന്നിട്ട് കാർ എന്തെങ്കിലും നിർത്തിയിട്ട് കയറണോ പോരണോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? എന്താ പറയാ? എന്താ പറയാ? റോഡിൽ ആരെങ്കിലും വണ്ടി നിർത്തിയിട്ട് ഓക്കെ, എന്തിനാ റോഡിന്റെ വലതുവശം ചേർന്നാണ്? അത് നമ്മള് റൈറ്റ് സൈഡിൽ കൂടെ നടക്കണം പറയണ, അവിടെ കൂടെ വരണ നമ്മളെ നടക്കണ ഭാഗത്ത് കൂടെ വരുന്ന വണ്ടികൾക്ക് നമ്മളെ കാണാൻ വേണ്ടിട്ടാണ്. റൈറ്റ് സൈഡിൽ കൂടെ നടക്കുന്നത് എന്താ ലെഫ്റ്റിൽ കൂടെയാണ് വണ്ടി മുമ്പോട്ട് പാസ്, അത് കാണാൻ വേണ്ടിയിട്ടും. മറ്റേ സൈഡ് ചേർന്ന് നടന്നു കഴിഞ്ഞാല് വണ്ടി നമ്മൾ കാണൂല്ല, അപ്പം തട്ടാൻ ചാൻസ് കൂടുതലാണ്. വേറെ ചോദ്യം ചോദിക്കട്ടെ, സ്കൂൾ വിട്ടു പോകുന്ന സമയത്തേ നിങ്ങൾ വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് കാറൊക്കെ നിർത്തിയിട്ട് പോരണമെന്ന് ചോദിച്ചാൽ എന്താ പറയാ? എല്ലാരും ഇല്ലാന്ന് പറയാ? രക്ഷപ്പെടാൻ നോക്കും. വണ്ടികളൊക്കെ വരും ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിൽ കൂടെ. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിയന്ത്രണം തെറ്റി വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കാണാനും നമുക്ക് രക്ഷപ്പെടാനും പറ്റും. ബാക്കിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ബാക്കിലൂടെ വാഹനം വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല, അപ്പൊ അപകടങ്ങൾ ഉണ്ടാവും. രണ്ടാമത്തെ ചോദ്യം, അപ്പോൾ പെട്ടെന്ന് വാഹനം നിർത്തിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ പിടിച്ച് വണ്ടി കയറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ എങ്ങനെ അറ്റാക്ക് ചെയ്യാം? ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ആദ്യം ഓടി കഴിച്ചില്ല, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ഓടുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ? സൗണ്ട് ഉണ്ടാക്കി ഓടാം. സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഓടുക, ആളുകളുള്ള സ്ഥലത്തേക്ക് ഓടുക, സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഓടുക. കാട്ടുകൂടെ അങ്ങോട്ട് ഓടരുത്, ആളുള്ള സ്ഥലത്തേക്ക് ഓടുക, നല്ല സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഓടുക. രണ്ടാമത്തത് ഇങ്ങനെ എന്താ ചെയ്യേണ്ട ടെക്നിക്കുകൾ ചെയ്തിട്ട് രക്ഷപ്പെടാം. അപ്പൊ നല്ല ശക്തിയുള്ള ആളുകളൊക്കെ ചെറിയ കുട്ടികളെ പിടിച്ച് വണ്ടി കയറ്റി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ സമയത്ത് നമുക്ക് അങ്ങനത്തെ വീക്ക് പോയിന്റിൽ അറ്റാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? കാര്യങ്ങൾ ചെയ്ത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. ആരും വാഹനം നിർത്തിയിട്ട് പോരണമെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യരുത്? ഓത്തി അടിച്ച് പോകരുത്. അറിയാത്ത ആൾക്കാരെ വണ്ടി നിർത്തി പോരണമെന്ന് ചോദിച്ചാൽ മാത്രമല്ല, ആരും അറിയാത്ത